നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചിന്നമസ്ത ഗായത്രി മന്ത്രത്തെയാണ്. ദശമഹാദേവിമാരിൽ ഒരു ദേവിയായിട്ടാണ് ചിന്നമസ്ത ദേവിയെ അറിയപ്പെടുന്നത്. ചിന്നമസ്ത ഛേദിച്ച ശിരസ് എന്നാണ് ആ പേരിന്റെ അർത്ഥം. ഭക്തന്മാർക്ക് ചോദിക്കുന്നതെന്തും നൽകുന്ന ദേവിയായിട്ടാണ് ചിന്നമസ്ത ദേവിയെ കണക്കാക്കുന്നത്. പ്രചണ്ഡ ചണ്ഡിക എന്നും ദേവിക്ക് മറ്റൊരു പേരുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. സൃഷ്ടി സംഹാരകാരിണിയായിട്ടാണ് ദേവിയെ പറയപ്പെടുന്നത്. യോഗശാസ്ത്രത്തിലെ നിഗൂഢമായിട്ടുള്ള ഭാവത്തെയാണ് ചിന്നമസ്ത ദേവി പ്രതിനിധീകരിക്കുന്നത്. ചിന്നമസ്ത ദേവി ഘോരരൂപിണിയാണെങ്കിൽ പോലും മാതൃഭാവം തുളുമ്പുന്ന ഭാവമുള്ള, അതായത് മാതൃത്വ ഭാവം കൂടുതലായിട്ടുള്ള ദേവിയായിട്ടാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ഭക്തരും ദേവിയെ ഭജിക്കുന്ന ഭക്തർക്ക് ഒരു മാതാവിൽ നിന്ന് ലഭിക്കുന്ന സംരക്ഷണം ചിന്നമസ്ത ദേവിയിൽ നിന്ന് ലഭിക്കുമെന്നാണ് നമ്മളുടെ പുരാണങ്ങൾ പറയുന്നത്. ചോദിച്ചാൽ എന്തും നൽകുന്ന ചിന്നമസ്ത ദേവിയെ നിത്യം പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും എല്ലാ ദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ രക്ഷ നേടാനായിട്ട് സാധിക്കും. ഏതു കൊടിയ ശത്രുബാധാദോഷങ്ങളും ഇല്ലാതാക്കി നമ്മളെ സംരക്ഷിക്കുന്ന ദേവിയാണ് ചിന്നമസ്ത. ചിന്നമസ്ത ദേവിയുടെ ഏറ്റവും ലളിതമായി ചൊല്ലാവുന്ന മന്ത്രം എന്ന നിലയ്ക്ക് ഈ ഗായത്രി മന്ത്രം പരിചയപ്പെടുത്തുകയാണ്. ഈ ഗായത്രി മന്ത്രം സാധിക്കുന്നവർ 9 തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കുക. കൂടുതലായിട്ട് ജപിക്കാൻ സാധിക്കുന്നവർ 21, 36, 41, 108 തവണകളിൽ ജപിക്കുക. നിത്യജപത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു മന്ത്രം തന്നെയാണ് ചിന്നമസ്ത മന്ത്രം. ഈ മന്ത്രം ജപിക്കുന്നത് കേൾക്കുന്നത് പോലും പുണ്യമാണെന്നിരിക്കെ നിത്യം ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഭഗവതിയുടെ സംരക്ഷണം ലഭിക്കുന്നതാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് പരിശോധിക്കാം. ഓം വൈരോചിന്യായ ച വിദ്മഹേ ചിന്നമസ്തായ ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം വൈരോചിന്യായ ച വിദ്മഹേ ചിന്നമസ്തായ ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം വൈരോചിന്യായ ച വിദ്മഹേ ചിന്നമസ്തായ ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം വൈരോചിന്യായ ച വിദ്മഹേ ചിന്നമസ്തായ ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം വൈരോചിന്യായ ച വിദ്മഹേ ചിന്നമസ്തായ ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം വൈരോചിന്യായ ച വിദ്മഹേ ചിന്നമസ്തായ ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം വൈരോചിന്യായ ച വിദ്മഹേ ചിന്നമസ്തായ ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം വൈരോചിന്യായ ച വിദ്മഹേ ചിന്നമസ്തായ ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം വൈരോചിന്യായ ച വിദ്മഹേ ചിന്നമസ്തായ ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം വൈരോചിന്യായ ച വിദ്മഹേ ചിന്നമസ്തായ ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഇപ്രകാരം ഈ മന്ത്രത്തെ നിത്യം ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. എല്ലാവർക്കും ചിന്നമസ്ത ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ ചൊവ്വ ഗ്രഹത്തിന്റെ ഗായത്രി മന്ത്രമാണ്. ചൊവ്വ ഗായത്രി അഥവാ കുജ ഗായത്രി മന്ത്രത്തെ, ഒന്നാമത്തെ മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. ഓം അങ്കാരകായ വിദ്മഹേ ഭൂമിപുത്രായ ധീമഹി തന്നോ ഭൗമ പ്രചോദയാത്. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ 108, 41, 21 തവണകളിൽ നമുക്ക് ജപിക്കാവുന്നതാണ്. നമ്മളുടെ സമയത്തിനനുസരിച്ച് ചൊവ്വ ഗ്രഹത്തെ, ചൊവ്വ ദേവനെ ഭജിക്കുക. കുജ ഗായത്രി മന്ത്രമെന്നും ചൊവ്വ ഗായത്രി മന്ത്രമെന്നും ഒക്കെ അറിയപ്പെടുന്ന ഈ മന്ത്രത്തെ നിങ്ങൾ നിത്യം ഭജിക്കുകയാണെങ്കിൽ ചൊവ്വാദോഷങ്ങളിൽ നിന്ന്, എല്ലാവിധത്തിലുമുള്ള ചൊവ്വാദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും. വിവാഹം ചൊവ്വാദോഷം മൂലവും ഒക്കെ മുടങ്ങുന്നവർക്ക് അല്ലെങ്കിൽ താമസം ഉണ്ടാകുന്നവർക്ക് നിത്യം ഭജിക്കാവുന്ന ഒരു മന്ത്രമാണിത്. കൂടാതെ സഹോദരങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാകാനും സഹോദരങ്ങൾ തമ്മിൽ കലഹമുള്ളത് ഇല്ലാതാക്കാനും ഒക്കെ ചൊവ്വ ഗായത്രി മന്ത്രത്തെ നമുക്ക് നിത്യം ജപിച്ചുകൊണ്ട് നമ്മളുടെ ദോഷങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. മംഗല്യസിദ്ധിക്കും സഹോദര ഐക്യത്തിനും ഒക്കെ ചൊവ്വാപ്രീതിക്കും ഒക്കെ ആയിട്ട് നിത്യം ചൊവ്വ ഗായത്രിയെ ജപിക്കുക. മന്ത്രങ്ങളുടെ ഫലങ്ങൾ അറിഞ്ഞ് ജപിച്ചാൽ തീർച്ചയായിട്ടും 100% അതിന്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഒരു ചൊവ്വ ഗായത്രിയും ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇത്
രണ്ടാമത്തെ ചൊവ്വ ഗായത്രി മന്ത്രമാണ് കുജഗായത്രി. ചൊവ്വയുടെ മറ്റൊരു പേരാണ് കുജൻ. കുജഗായത്രി മന്ത്രത്തെ ഇന്ന് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. മന്ത്രങ്ങൾ ചൊല്ലുന്നതും അത് കേൾക്കുന്നതും ഒക്കെ വളരെയേറെ ഗുണത്തെ ചെയ്യുന്ന ഒരു കാര്യമാണ്. മന്ത്രസിദ്ധിയുള്ള ഒരാൾക്ക് എന്തും സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം വർദ്ധിച്ച് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ജീവിത വിജയവും ഒക്കെ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. ഓം ഭൂമിപുത്രായ വിദ്മഹേ ലോഹിതാംഗായ ധീമഹി തന്ന ഭൗമ പ്രചോദയാത്. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ ചൊല്ലുന്നതും കേൾക്കുന്നതും ഒക്കെ വളരെ ശ്രേയസ്കരമാണ്. ചൊവ്വാദോഷത്തെ, ജാതകത്തിലെ ചൊവ്വയുടെ ദോഷങ്ങൾ ഇല്ലാതാക്കാനും വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരും ചൊവ്വയുടെ രാശിയിൽ ജനിച്ചവരും ചൊവ്വാദശയുള്ളവരും ഒക്കെ നിത്യം ചൊവ്വാ ഗായത്രി മന്ത്രത്തെ ചൊല്ലുന്നത് വളരെ ഐശ്വര്യത്തെ നൽകുന്നതാണ്. എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതാകാനും ഭൂമി ലാഭത്തിനും സഹോദരന്മാരുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കാനും കലഹങ്ങളെല്ലാം ഇല്ലാതാക്കാനും ഒക്കെയായിട്ട് നമുക്ക് ചൊവ്വാ ഗായത്രി മന്ത്രത്തെ നിത്യം ചൊല്ലാം. 108 പ്രാവശ്യം ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ്. അതിന് സാധിക്കാത്തവർ 41 21 അതല്ല എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലോ ഒക്കെ നിത്യം ജപിക്കുക. എല്ലാവർക്കും നല്ലൊരു ജീവിത വിജയം ഉണ്ടാകാൻ ചൊവ്വ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ ദക്ഷിണാമൂർത്തി ഗായത്രി മന്ത്രത്തെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ദക്ഷിണാമൂർത്തി വിദ്യയുടെ ദേവനായിട്ടാണ് പറയുന്നത്. വിദ്യയ്ക്ക് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ദക്ഷിണാമൂർത്തിയെ ധ്യാനിക്കാവുന്നതാണ്. ജ്യോതിഷത്തിന്റെയും ദേവതയായിട്ട് ദക്ഷിണാമൂർത്തിയെ കരുതിപ്പോകുന്നു. വിദ്യാഭ്യാസ മേന്മ ലഭിക്കുന്നതിനും ബുദ്ധിക്കും നമ്മളുടെ ചിന്തകൾക്കും ഒക്കെ ഉത്തേജനം ലഭിക്കുന്നതിനും നല്ല ചിന്തകളിലും നല്ല ഓർമ്മശക്തിയും ഒക്കെ വർദ്ധിക്കുന്നതിനും ഒക്കെ ആയിട്ട് ദക്ഷിണാമൂർത്തി ഗായത്രി മന്ത്രത്തെ നമുക്ക് നിത്യം ജപിക്കാവുന്നതാണ്. നിത്യം ഈ മന്ത്രത്തെ 108 തവണ ജപിക്കുക. 108 തവണ ജപിക്കാൻ സമയക്കുറവുള്ളവർ മാത്രം 41, 36, 21 ഒക്കെ തവണകളിൽ ജപിക്കുക. അതിനും സാധിക്കാത്തവർ കുറഞ്ഞത് 9 തവണയെങ്കിലും നിത്യം ക്രമത്തിൽ ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും കൃത്യമായിട്ട് ഈ മന്ത്രത്തെ ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ നല്ല ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്നതാണ്. കൂടാതെ ബുദ്ധിക്കും ഓർമ്മയ്ക്കും നമ്മളുടെ പ്രജ്ഞ, മേധ എന്നിവയ്ക്കുമൊക്കെ വളരെയേറെ ഗുണപ്രദമാണ് ഈ മന്ത്രം ചൊല്ലുന്നത്. മന്ത്രം കേൾക്കുന്നത് പോലും പുണ്യമാണെന്നിരിക്കെ മന്ത്രം ചൊല്ലുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഫലങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. മനസ്സിന്റെ ആകുലതകളെല്ലാം മാറിക്കൊണ്ട് നമ്മളുടെ ഉന്നതമായ മാനസിക നിലവാരത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം ജ്ഞാനമുദ്രായ വിദ്മഹേ തത്വബോധായ ധീമഹി തന്നോ ദേവഃ പ്രചോദയാത്. 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 ഇപ്രകാരം ഈ ദക്ഷിണാമൂർത്തി ഗായത്രി മന്ത്രത്തെ നിങ്ങൾ നിത്യം ജപിക്കുക. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ധനലക്ഷ്മി ഗായത്രി മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ധനലക്ഷ്മി ദേവിയുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. സമ്പത്തിന്റെ പ്രത്യക്ഷ രൂപമാണ് ധനലക്ഷ്മി ദേവി. ധനലക്ഷ്മി ദേവിയെ വിവിധ രൂപങ്ങളിലൊക്കെ ചിത്രകാരന്മാർ ചിത്രീകരിച്ചിട്ടുണ്ട്. പൊതുവായിട്ട് ചുവന്ന വസ്ത്രത്തിൽ 4 കൈകളുള്ള ദേവിയായിട്ടാണ് പറയപ്പെടുന്നത്. പൊതുവെ ആദിലക്ഷ്മി ദേവിക്ക് ശംഖ, ചക്രം കൂടാതെ അഭയ വരദ മുദ്രകളാണ് കൈകളിൽ ഉള്ളത് എങ്കിൽ ധനലക്ഷ്മി ദേവിക്ക് ഒരു കൈയിൽ ധനകുംഭമാണ് ഒരു കൈയിലുള്ളത്. അതായത്
ശംഖചക്രം കൂടാതെ അഭയമുദ്രയും ഒരു കൈയിൽ ധനകുംഭവുമാണ്. അതായത് ധനം പിടിച്ചു നിൽക്കുന്ന, ധനം നിറഞ്ഞു നിൽക്കുന്ന, ധനം തുളുമ്പുന്ന ഒരു കലശമാണ്, കുടമാണ് ഒരു കൈയിൽ ദേവിയുടെ ഉള്ളത്. കലശം കൂടാതെ തന്നെ കൈകളിൽ നിന്ന് സ്വർണം വർഷിക്കുന്ന രൂപത്തിലും ദേവിയുടെ രൂപത്തെ ചിത്രീകരിക്കാറുണ്ട്. ധനലക്ഷ്മി ഭാവത്തെ ശ്രീലക്ഷ്മി എന്നും അറിയപ്പെടുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് ശ്രീലക്ഷ്മി ദേവിയെ അഥവാ ധനലക്ഷ്മി ദേവിയെ നിത്യം ഭജിക്കാവുന്നതാണ്. ധനലക്ഷ്മി ഗായത്രി മന്ത്രം നിത്യം ഭജിക്കുന്നതിലൂടെ നമ്മളുടെ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം ഇല്ലാതായിട്ട് നമുക്ക് നല്ല സമ്പത്ത് നേടിത്തരുന്നതിന് അത് കാരണമാകും. വിശ്വാസത്തോടുകൂടി ഭജിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള നേട്ടം ഉണ്ടാകും. ഈ മന്ത്രത്തെ നിത്യം 108 പ്രാവശ്യം ജപിക്കുക. സമയക്കുറവുള്ളവർ മാത്രം കുറഞ്ഞ തവണകളിൽ ജപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഗായത്രി മന്ത്രത്തിലേക്ക് കിടക്കാം. നമുക്കിനി ധനലക്ഷ്മി ഗായത്രി മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം മഹാദേവി ച വിദ്മഹി കനകധാരായി ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹി കനകധാരായി ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹി കനകധാരായി ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹി കനകധാരായി ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹി കനകധാരായി ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹി കനകധാരായി ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹി കനകധാരായി ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹി കനകധാരായി ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹി കനകധാരായി ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹി കനകധാരായി ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത്. ഇപ്രകാരം ഈ മന്ത്രത്തെ നിത്യം കൃത്യനിഷ്ഠയോടുകൂടി ജപിക്കുന്ന ഒരാൾക്ക് ധനലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. ധന്വന്തരി ഗായത്രി മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഗായത്രി മന്ത്രങ്ങൾ ഏറ്റവും ലളിതമായിട്ട് ജപിക്കാവുന്ന മന്ത്രങ്ങളാണ്. ഏതൊരാൾക്കും തെറ്റില്ലാതെ വളരെ എളുപ്പത്തിൽ ജപിക്കാവുന്ന മന്ത്രങ്ങൾ എന്ന നിലയിൽ നിത്യം ഗായത്രി മന്ത്രങ്ങളെ ഉപാസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ധന്വന്തരി ഭഗവാന്റെ ഗായത്രി മന്ത്രമാണ്. മഹാവിഷ്ണുവിന്റെ മറ്റൊരു അവതാരമായിട്ടാണ് ധന്വന്തരിയെ കണക്കാക്കുന്നത്. ധന്വന്തരി ആയുർവേദത്തിന്റെ, ആരോഗ്യത്തിന്റെ ദേവതയാണ്, മരുന്നുകളുടെ ദേവതയാണ്. ധന്വന്തരി ഭഗവാൻ അമൃത കലശവുമായിട്ട് പാലാഴി മദനത്തിൽ പൊങ്ങി വന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ധന്വന്തരി ഭഗവാനെ പ്രാർത്ഥിക്കുക വഴി ആയുസ്സും ആരോഗ്യവും ഒക്കെ വർദ്ധിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. രോഗങ്ങൾ ഉള്ളവർ നിത്യം ധന്വന്തരി ഭഗവാനെ പ്രാർത്ഥിക്കുക. രോഗങ്ങൾ അശേഷം ഇല്ലാതാകുന്നതായിട്ടാണ് അനുഭവസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കഠിനമായിട്ടുള്ള മറ്റു മന്ത്രങ്ങളെ നാം ആശ്രയിക്കുന്നതിന് ഉപരി നമുക്ക് ഏറ്റവും ലളിതമായിട്ട് ആശ്രയിക്കാവുന്നത് ധന്വന്തരി ഗായത്രി മന്ത്രത്തെയാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നൊന്ന് പരിശോധിക്കാം. ഓം ആദിവൈദ്യായ വിദ്മഹി ആരോഗ്യ അനുഗ്രഹ ധീമഹി തന്നോ ധന്വന്തരി പ്രചോദയാത്. ഓം ആദിവൈദ്യായ വിദ്മഹി ആരോഗ്യ അനുഗ്രഹ ധീമഹി തന്നോ ധന്വന്തരി പ്രചോദയാത്. ഓം ആദിവൈദ്യായ വിദ്മഹി ആരോഗ്യ അനുഗ്രഹ ധീമഹി തന്നോ ധന്വന്തരി പ്രചോദയാത്. ഓം ആദിവൈദ്യായ വിദ്മഹി ആരോഗ്യ അനുഗ്രഹ ധീമഹി തന്നോ ധന്വന്തരി പ്രചോദയാത്. ഓം ആദിവൈദ്യായ വിദ്മഹി ആരോഗ്യ അനുഗ്രഹ ധീമഹി തന്നോ ധന്വന്തരി പ്രചോദയാത്. ഓം ആദിവൈദ്യായ വിദ്മഹി ആരോഗ്യ അനുഗ്രഹ ധീമഹി തന്നോ ധന്വന്തരി പ്രചോദയാത്. ഓം ആദിവൈദ്യായ വിദ്മഹി ആരോഗ്യ അനുഗ്രഹ ധീമഹി തന്നോ ധന്വന്തരി പ്രചോദയാത്. ഓം ആദിവൈദ്യായ വിദ്മഹി ആരോഗ്യ അനുഗ്രഹ ധീമഹി തന്നോ ധന്വന്തരി പ്രചോദയാത്. ഓം ആദിവൈദ്യായ വിദ്മഹി ആരോഗ്യ അനുഗ്രഹ ധീമഹി തന്നോ ധന്വന്തരി പ്രചോദയാത്. ഓം ആദിവൈദ്യായ വിദ്മഹി ആരോഗ്യ അനുഗ്രഹ ധീമഹി തന്നോ ധന്വന്തരി പ്രചോദയാത്. ഇപ്രകാരം ഈ മന്ത്രത്തെ 108 തവണ ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക. അതിന് സമയക്കുറവുള്ളവർ മാത്രം 41, 36, 21 ഒക്കെ തവണകളിൽ ജപിക്കുക. കുറഞ്ഞ പക്ഷം 9 തവണയെങ്കിലും ജപിക്കുന്ന ഒരാൾക്ക് ഈ മന്ത്രത്തിന്റെ പ്രയോജനം സിദ്ധിക്കുന്നതാണ്. നിത്യം കൃത്യതവണകളിൽ ജപിച്ചുകൊണ്ടിരിക്കുക. അത് തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. രോഗങ്ങൾ അകലാനും ആരോഗ്യം വർദ്ധിക്കാനും ഒക്കെ ആയിട്ട്, ആയുസ്സിന്റെ വർധനവിനും ഒക്കെ ആയിട്ട് നമുക്ക് ധന്വന്തരി ഭഗവാനെ ഭജിക്കാം. ആദിവൈദ്യനാണ്, ആയുർവേദത്തിന്റെ ദേവതയാണ്. പാലാഴി കളഞ്ഞപ്പോൾ അതിൽ നിന്ന് ഉയർന്നു വന്ന മഹാവിഷ്ണുവിന്റെ രൂപമായിട്ടാണ് ധന്വന്തരിയെ പറയപ്പെടുന്നത്. ധന്വന്തരി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഭഗവാൻ മഹാവിഷ്ണുവിന്റെയും ത്രിമൂർത്തികളുടെയും അനുഗ്രഹം. അഷ്ടലക്ഷ്മി ദേവിമാരിൽ 3ാമത്തെ ദേവിയായിട്ടുള്ള ധാന്യലക്ഷ്മി ദേവിയെ കുറിച്ചുള്ള മന്ത്രമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ധാന്യലക്ഷ്മി ദേവിയുടെ രൂപഭാവങ്ങളും ധാന്യലക്ഷ്മി ഗായത്രി മന്ത്രവുമാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ധാന്യലക്ഷ്മിയെ കുറിച്ചും ധാന്യലക്ഷ്മി ഗായത്രി മന്ത്രവും.
കാർഷിക സമ്പത്തിന്റെ ദേവതയാണ് ധാന്യലക്ഷ്മി. 8 കൈകളുള്ള രൂപമായിട്ടാണ് ധാന്യലക്ഷ്മി ദേവിയെ നാം കാണാറുള്ളത്. ദേവി പച്ച നിറത്തിലുള്ള വസ്ത്രം അണിഞ്ഞിരിക്കുന്നു. 8 കൈകളിലായിട്ട് ധാന്യക്കതിർ, കദളിപ്പഴം, താമര, അഭയമുദ്ര, വരദമുദ്ര എന്നിങ്ങനെ 6 കൈകളിൽ 6 കാര്യങ്ങളും 2 കൈകൾ സ്വാഭാവികമായിട്ടുമാണ് ദേവിയെ കാണപ്പെടുന്നത്. ശാങ്കരി ദേവി, അന്നപൂർണേശ്വരി ദേവി എന്നീ ദേവിമാർക്ക് സമാനമായിട്ടുള്ള ഒരു രൂപത്തെയാണ് നാം ധാന്യലക്ഷ്മി രൂപത്തിൽ കാണുന്നത്. നമുക്കിനി ധാന്യലക്ഷ്മി ദേവിയുടെ ഗായത്രി മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം മഹാദേവ്യേ ച വിദ്മഹേ മംഗളരൂപിണ്യേ ധീമഹി തന്നോ ധാന്യലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹേ മംഗളരൂപിണ്യേ ധീമഹി തന്നോ ധാന്യലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹേ മംഗളരൂപിണ്യേ ധീമഹി തന്നോ ധാന്യലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹേ മംഗളരൂപിണ്യേ ധീമഹി തന്നോ ധാന്യലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹേ മംഗളരൂപിണ്യേ ധീമഹി തന്നോ ധാന്യലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹേ മംഗളരൂപിണ്യേ ധീമഹി തന്നോ ധാന്യലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹേ മംഗളരൂപിണ്യേ ധീമഹി തന്നോ ധാന്യലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹേ മംഗളരൂപിണ്യേ ധീമഹി തന്നോ ധാന്യലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹേ മംഗളരൂപിണ്യേ ധീമഹി തന്നോ ധാന്യലക്ഷ്മി പ്രചോദയാത്. ഇപ്രകാരം ഈ മന്ത്രത്തെ നിത്യം 108 തവണ ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക. സമയക്കുറവുള്ളവർ കുറഞ്ഞ തവണകളിലെങ്കിലും കൃത്യമായിട്ട് കൃത്യനിഷ്ഠയോടുകൂടി ജപിക്കുക. ഈ മന്ത്രം ജപിക്കുന്ന ഒരാൾക്ക് ധാന്യസമ്പത്ത് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അന്നത്തിന് മുട്ടുണ്ടാകില്ല എന്നാണ് പഴമക്കാർ പറഞ്ഞിരുന്നത്. ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്തുന്നത് ധൂമാവതി ദേവിയുടെ ഗായത്രി മന്ത്രത്തെയാണ്. ധൂമാവതി, ധൂമം എന്നാൽ പുക എന്നാണ് അർത്ഥം. പുകയിൽ നിന്ന് ജനിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിരൂപയായിട്ടാണ് ഈ ദേവിയെ പറയപ്പെടുന്നത്. വൈരൂപ്യത്തെ മറന്നുകൊണ്ട് മാതൃവാത്സല്യത്തോടെ മാതാവിനോടെന്ന പോലെ ഈ ദേവിയെ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരമ്മ മക്കളെ എപ്രകാരം സംരക്ഷിക്കുമോ അതുപോലെ ദേവി നമ്മളെ സംരക്ഷിക്കുന്നതാണ്. എല്ലാ തലത്തിലും അമ്മയുടെ സംരക്ഷണത്തിന് നമുക്ക് വഹിക്കാവുന്ന ഒരു ദേവിയാണ് ധൂമാവതി ദേവി. ജാതകത്തിൽ കേതു അരിഷ്ടസ്ഥാനത്ത് ഇരിക്കുന്ന കേതുർ ദോഷമുള്ളവർക്ക് തീർച്ചയായിട്ടും ധൂമാവതി ദേവിയെ ഭജിച്ചുകൊണ്ട് കേതുർ ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എല്ലാ തടസ്സങ്ങളും നീങ്ങുവാനായിട്ടും ധൂമാവതി ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കി അമ്മ മക്കളെ സംരക്ഷിക്കുന്ന രീതിയിൽ ഈ ദേവി നമ്മളെ സംരക്ഷിച്ച് നമ്മുടെ ജീവിതത്തെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഈ മന്ത്രം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ 108 തവണ രാവിലെയും വൈകിട്ടും ജപിക്കുക. അതിന് സാധിക്കാത്തവർ കുറഞ്ഞ തവണകളിൽ ജപിക്കുക. 41, 36, 21, 9 ഒക്കെ തവണകളിൽ ജപിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലുന്നത് നിത്യവും ശീലമാക്കുക. ഈ മന്ത്രം കേൾക്കുന്നത് പോലും പുണ്യമാണെന്നിരിക്കെ ഏവർക്കും നിത്യ പ്രാർത്ഥനയ്ക്ക് ചൊല്ലാവുന്ന മന്ത്രമാണ്. ചൊല്ലുന്നവർക്ക് 100% ഫലസിദ്ധി ലഭിക്കുമെന്നാണ് ഈ മന്ത്രത്തിന്റെ പ്രത്യേകത. ധൂമാവതി ദേവിയെ ഭജിക്കുന്ന ഭക്തർക്ക് തീർച്ചയായിട്ടും സംരക്ഷണം ഉണ്ടാകും. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പരിശോധിക്കാം. ഓം ധൂമാവത്യൈ ച വിദ്മഹേ സംഹാരിണ്യൈ ച ധീമഹി തന്നോ ധൂമാ പ്രചോദയാത്. ഓം ധൂമാവത്യൈ ച വിദ്മഹേ സംഹാരിണ്യൈ ച ധീമഹി തന്നോ ധൂമാ പ്രചോദയാത്. ഓം ധൂമാവത്യൈ ച വിദ്മഹേ സംഹാരിണ്യൈ ച ധീമഹി തന്നോ ധൂമാ പ്രചോദയാത്. ഓം ധൂമാവത്യൈ ച വിദ്മഹേ സംഹാരിണ്യൈ ച ധീമഹി തന്നോ ധൂമാ പ്രചോദയാത്. ഓം ധൂമാവത്യൈ ച വിദ്മഹേ സംഹാരിണ്യൈ ച ധീമഹി തന്നോ ധൂമാ പ്രചോദയാത്. ഓം ധൂമാവത്യൈ ച വിദ്മഹേ സംഹാരിണ്യൈ ച ധീമഹി തന്നോ ധൂമാ പ്രചോദയാത്. ഓം ധൂമാവത്യൈ ച വിദ്മഹേ സംഹാരിണ്യൈ ച ധീമഹി തന്നോ ധൂമാ പ്രചോദയാത്. ഓം ധൂമാവത്യൈ ച വിദ്മഹേ സംഹാരിണ്യൈ ച ധീമഹി തന്നോ ധൂമാ പ്രചോദയാത്. ഓം ധൂമാവത്യൈ ച വിദ്മഹേ സംഹാരിണ്യൈ ച ധീമഹി തന്നോ ധൂമാ പ്രചോദയാത്. ഓം ധൂമാവത്യൈ ച വിദ്മഹേ സംഹാരിണ്യൈ ച ധീമഹി തന്നോ ധൂമാ പ്രചോദയാത്. ഇപ്രകാരം ഈ ഗായത്രി മന്ത്രത്തെ നിത്യം ഭജിക്കുക. ദശമഹാദേവിമാരിൽ മാതൃഭാവം ഏറ്റവും കൂടുതലായിട്ടുള്ള ദേവിയായിട്ടാണ് ധൂമാവതി ദേവിയെ കണക്കാക്കുന്നത്. മക്കളെ സംരക്ഷിക്കുന്ന രീതിയിൽ ഈ അമ്മ നമ്മളെ എല്ലാവരും സംരക്ഷിക്കും. ഏറ്റവും ലളിതമായിട്ട് ഈ ഗായത്രി മന്ത്രത്തിലൂടെ നമുക്ക് ദേവീ പ്രീതി വരുത്താവുന്നതാണ്. എല്ലാവരും ദേവിയെ ഉപാസിക്കുക. ഇന്ന് ഞാൻ ദുർഗാ ഗായത്രി ആണ് പരിചയപ്പെടുത്തുന്നത്. 2 തരത്തില് 2 ദുർഗാ ഗായത്രി മന്ത്രങ്ങൾ പൊതുവെ ഋഷീശ്വരന്മാര് നമുക്കായിട്ട് നൽകിയിട്ടുണ്ട്. ആ 2 മന്ത്രത്തെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവിത വിജയം നേടിയെടുക്കാനായിട്ട് നമുക്ക് ദുർഗാ ഗായത്രി മന്ത്രം
ജപിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. 2 ഗായത്രി മന്ത്രങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ ആദ്യത്തെ മന്ത്രത്തെ നമുക്ക് നോക്കാം. ഓം കാർത്യായന്യേ വിദ്മഹേ കന്യാകുമാരിയേ ധീമഹി തന്നോ ദുർഗ പ്രചോദയാത്. ഓം കാർത്യായന്യേ വിദ്മഹേ കന്യാകുമാരിയേ ധീമഹി തന്നോ ദുർഗ പ്രചോദയാത്. ഓം കാർത്യായന്യേ വിദ്മഹേ കന്യാകുമാരിയേ ധീമഹി തന്നോ ദുർഗ പ്രചോദയാത്. നമുക്കിനി അടുത്ത ദുർഗാ ഗായത്രി മന്ത്രത്തെ കൂടി പരിചയപ്പെടാം. ഓം മഹാശൂലിന്യേ വിദ്മഹേ മഹാദുർഗായേ ധീമഹി തന്നോ ഭഗവതി പ്രചോദയാത്. ഓം മഹാശൂലിന്യേ വിദ്മഹേ മഹാദുർഗായേ ധീമഹി തന്നോ ഭഗവതി പ്രചോദയാത്. ഓം മഹാശൂലിന്യേ വിദ്മഹേ മഹാദുർഗായേ ധീമഹി തന്നോ ഭഗവതി പ്രചോദയാത്. ഇപ്രകാരം 2 ദുർഗാ ഗായത്രി മന്ത്രങ്ങളാണ് നമുക്കായിട്ട് ആചാര്യന്മാർ ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. ഈ 2 മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്തുകൊണ്ട് ദുർഗാ ഉപാസന നടത്താവുന്നതാണ്. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് വിജയം നേടാനായിട്ട് ദുർഗാ ഉപാസന നമ്മളെ സഹായിക്കും. ഈ ഗായത്രി മന്ത്രത്തിൽ ഒന്ന് നിങ്ങൾ 108 പ്രാവശ്യം വീതം കാലത്ത് ജപിക്കുക. അപ്രകാരം 41 ദിവസം തുടർച്ചയായി ജപിച്ചുകൊണ്ട് നമുക്ക് ഉപാസന സിദ്ധി കൈവരുത്താവുന്നതാണ്. കൂടുതൽ തവണകൾ ജപിക്കുന്നത് കൂടുതൽ വേഗത്തിൽ ഫലസിദ്ധിക്കും ഉപാസന സിദ്ധിക്കും കാരണമാകും. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ ജീവിത വിജയത്തിനായിട്ട് ദുർഗാ ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ്. എല്ലാവരെയും ദുർഗാ ഭഗവതി അനുഗ്രഹിക്കട്ടെ. അഷ്ടലക്ഷ്മി മന്ത്രങ്ങളില് ഇന്ന് ഗജലക്ഷ്മി ദേവിയുടെ മന്ത്രത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കൂടാതെ ഗജലക്ഷ്മി രൂപത്തെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. നമുക്ക് ഗജലക്ഷ്മി ദേവി രൂപത്തെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. മൃഗസമ്പത്തിന്റെ ദേവതയായിട്ടാണ് ഗജലക്ഷ്മി ദേവിയെ കരുതപ്പെടുന്നത്. അത് കൂടാതെ തന്നെ ജ്യോതിഷത്തിൽ പറയുന്ന രാജയോഗത്തിന്റെ ദേവതയായിട്ടും ഗജലക്ഷ്മി ദേവിയെ പറയുന്നുണ്ട്. ഗജലക്ഷ്മി ദേവിയെ ആരാധിക്കുന്ന ഒരാൾക്ക് രാജയോഗം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. 4 കൈകളോടുകൂടിയ ദേവിയായിട്ടാണ് ഗജലക്ഷ്മി ദേവിയെ കാണുന്നത്. 2 കൈകളിൽ താമരപ്പൂവാണുള്ളത്. ഒരു കൈയിൽ അഭയമുദ്രയും ഒരു കൈയിൽ വരദമുദ്രയുമാണ് ദേവി പിടിച്ചിരിക്കുന്നത്. കൂടാതെ ഗജലക്ഷ്മി ദേവിയുടെ ഇരുവശങ്ങളിലുമായിട്ട് 2 വെളുത്ത ആനകളെയും എല്ലായ്പ്പോഴും നാം കാണാറുണ്ട്. 2 വെളുത്ത ആനകൾക്ക് നടുവിലായിട്ടാണ് ഗജലക്ഷ്മി ദേവി എല്ലായ്പ്പോഴും നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനായിട്ട് ഗജലക്ഷ്മി ദേവിയെ നിത്യം ഭജിക്കാം. എല്ലാവർക്കും എല്ലാ ദിവസവും 108 പ്രാവശ്യം ഗജലക്ഷ്മി ദേവി മന്ത്രത്തെ നിത്യം ജപിക്കുക. അങ്ങനെ ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഐശ്വര്യത്തെ ഉണ്ടാകുന്നതാണ്. സമയക്കുറവുള്ളവർ കുറഞ്ഞ തവണകളിലെങ്കിലും നിത്യമായിട്ട് ഗജലക്ഷ്മി ദേവിയെ ഭജിക്കുക. നമുക്ക് ഗജലക്ഷ്മി ഗായത്രി മന്ത്രം കൂടി ഒന്ന് പരിചയപ്പെടാം. ഓം മഹാദേവേ ച വിദ്മഹേ മഹാബലായ ച ധീമഹി തന്നോ ഗജലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവേ ച വിദ്മഹേ മഹാബലായ ച ധീമഹി തന്നോ ഗജലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവേ ച വിദ്മഹേ മഹാബലായ ച ധീമഹി തന്നോ ഗജലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവേ ച വിദ്മഹേ മഹാബലായ ച ധീമഹി തന്നോ ഗജലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവേ ച വിദ്മഹേ മഹാബലായ ച ധീമഹി തന്നോ ഗജലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവേ ച വിദ്മഹേ മഹാബലായ ച ധീമഹി തന്നോ ഗജലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവേ ച വിദ്മഹേ മഹാബലായ ച ധീമഹി തന്നോ ഗജലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവേ ച വിദ്മഹേ മഹാബലായ ച ധീമഹി തന്നോ ഗജലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവേ ച വിദ്മഹേ മഹാബലായ ച ധീമഹി തന്നോ ഗജലക്ഷ്മി പ്രചോദയാത്. ഇപ്രകാരം ഈ മന്ത്രത്തെ നിത്യം ജപിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഗണേശ ഗായത്രിയാണ്. ഗണേശ ഗായത്രി മന്ത്രം ചൊല്ലുക വഴി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കാനായിട്ട് സാധിക്കുന്നതാണ്. വിവിധ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന നമുക്ക് പലപ്പോഴായിട്ട് അവിചാരിതമായി തടസ്സങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഇത്തരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് വിഘ്നേശ്വരനായിട്ടുള്ള ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ തടസ്സങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. സാധാരണക്കാർക്ക് പോലും ജപിക്കാവുന്ന ഗണേശ ഗായത്രി മന്ത്രത്തെ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഇപ്രകാരം ഈ ഗണേശ ഗായത്രി മന്ത്രങ്ങളിൽ ഒന്ന്
നിങ്ങൾക്ക് നിത്യം ജപിച്ചുകൊണ്ട് 21 41 സാധിക്കുമെങ്കിൽ 108 പ്രാവശ്യം നിത്യം ജപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ വിഘ്നങ്ങളും ഇല്ലാതാക്കി ജീവിതത്തിൽ ഒരു താളം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഗണേശ ഗായത്രി മന്ത്രത്തെ ചൊല്ലിക്കൊണ്ട് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്താം. ഇന്ന് ഗണേശ ഗായത്രി 2ാമത്തെ മന്ത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഗണേശ ഗായത്രി, ഗണപതി ഗായത്രിയുടെ ഒരു മന്ത്രം ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് 2ാമത്തെ ഗണേശ ഗായത്രി മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ഓം ലംബോദരായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ നമുക്ക് സൗകര്യപ്രദമായ തവണകളിൽ ജപിക്കുക. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും തടസ്സങ്ങളെല്ലാം അകലാനും ഒക്കെ ആയിട്ട് ഗണപതി ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ സാധ്യമാകുന്നതാണ്. എല്ലാവർക്കും വിഘ്നങ്ങളെല്ലാം ഒഴിച്ച് ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഗണേശ ഗായത്രി മന്ത്രം 3ാമത്തെ മന്ത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സർവവിഘ്നങ്ങളും അകന്ന് വിജയം കരസ്ഥമാക്കാനുള്ള ഗണേശ ഗായത്രി മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ഗണപതി ഗായത്രി മന്ത്രം. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. ഓം തത്പുരുഷായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. 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 ഇപ്രകാരം ഈ ഗായത്രി മന്ത്രത്തെ കുറഞ്ഞത് 9 തവണയെങ്കിലും ജപിക്കുക. കൂടുതൽ തവണകൾ ജപിച്ചാൽ അതിന് കൂടുതൽ ഫലസിദ്ധി ഉണ്ടാകുന്നതാണ്. 108 തവണ വരെ ജപിച്ചു കഴിഞ്ഞാൽ ഉത്തമമായിട്ടുള്ള നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാനും സർവവിഘ്നങ്ങളും ഇല്ലാതായിട്ട് കാര്യസാധ്യത്തിനും കാര്യവിജയത്തിനുമൊക്കെ ഈ മന്ത്രം സഹായിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം കരസ്ഥമാകട്ടെ, തടസ്സങ്ങളില്ലാത്ത ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഗന്ധർവ ഗായത്രി മന്ത്രമാണ്. ഗന്ധർവൻ എന്ന സങ്കല്പത്തെ വളരെ പ്രാധാന്യമുള്ള സങ്കല്പമാണ്. ഗന്ധർവ സങ്കല്പം എന്താണ് എന്ന് പലർക്കും ആശ്ചര്യകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഗന്ധർവ ഗായത്രി മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം ക്ലീം ഗന്ധർവരാജായ വിദ്മഹേ കന്യാഭി പരിവാരിതായ ധീമഹി തന്നോ വിശ്വാവസു പ്രചോദയാത് ക്ലീം. ഓം ക്ലീം ഗന്ധർവരാജായ വിദ്മഹേ കന്യാഭി പരിവാരിതായ ധീമഹി തന്നോ വിശ്വാവസു പ്രചോദയാത് ക്ലീം. ഓം ക്ലീം ഗന്ധർവരാജായ വിദ്മഹേ കന്യാഭി പരിവാരിതായ ധീമഹി തന്നോ വിശ്വാവസു പ്രചോദയാത് ക്ലീം. ഓം ക്ലീം ഗന്ധർവരാജായ വിദ്മഹേ കന്യാഭി പരിവാരിതായ ധീമഹി തന്നോ വിശ്വാവസു പ്രചോദയാത് ക്ലീം. ഓം ക്ലീം ഗന്ധർവരാജായ വിദ്മഹേ കന്യാഭി പരിവാരിതായ ധീമഹി തന്നോ വിശ്വാവസു പ്രചോദയാത് ക്ലീം. ഓം ക്ലീം ഗന്ധർവരാജായ വിദ്മഹേ കന്യാഭി പരിവാരിതായ ധീമഹി തന്നോ വിശ്വാവസു പ്രചോദയാത് ക്ലീം. ഓം ക്ലീം ഗന്ധർവരാജായ വിദ്മഹേ കന്യാഭി പരിവാരിതായ ധീമഹി തന്നോ വിശ്വാവസു പ്രചോദയാത് ക്ലീം. ഓം ക്ലീം ഗന്ധർവരാജായ വിദ്മഹേ കന്യാഭി പരിവാരിതായ ധീമഹി തന്നോ വിശ്വാവസു പ്രചോദയാത് ക്ലീം. ഓം ക്ലീം ഗന്ധർവരാജായ വിദ്മഹേ കന്യാഭി പരിവാരിതായ ധീമഹി തന്നോ വിശ്വാവസു പ്രചോദയാത് ക്ലീം. ഓം ക്ലീം ഗന്ധർവരാജായ വിദ്മഹേ കന്യാഭി പരിവാരിതായ ധീമഹി തന്നോ വിശ്വാവസു പ്രചോദയാത് ക്ലീം. ഇത് വിശ്വാവസു എന്ന ഗന്ധർവന്റെ മന്ത്രമാണ്. നിരവധി ഗന്ധർവന്മാർ ഉള്ളതായിട്ടാണ് നമ്മളുടെ പുരാണങ്ങൾ പറയുന്നത്. വിവിധ ഗന്ധർവന്മാരെയും അവരുടെ ചരിത്രത്തെയും ഒക്കെ ഞാൻ നേരത്തെ മേൽപ്പറഞ്ഞ വീഡിയോയിൽ പ്രതിപാദിക്കുന്നതാണ്. ആ വീഡിയോ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് ഗന്ധർവ രാജാവായിട്ടുള്ള വിശ്വാവസു ഗന്ധർവന്റെ ഗായത്രി മന്ത്രമാണ്. മറ്റ് ഗായത്രി മന്ത്രങ്ങൾ, മറ്റ് ഗന്ധർവന്മാരുടെ ഗായത്രി മന്ത്രങ്ങളൊന്നും തന്നെ ഇപ്പോൾ അപൂർവമായിട്ടാണ് ലഭിക്കുന്നത്. ഗന്ധർവ രാജാവായിട്ടുള്ള വിശ്വാവസു ഗന്ധർവന്റെ ഈ മന്ത്രം നിങ്ങൾ സാധിക്കുമെങ്കിൽ 108 തവണ നിത്യം ജപിക്കുക. അതിന് സാധിക്കാത്തവർ 41, 36, 21, 9 എന്നീ തവണകളിലൊക്കെ ജപിക്കുക. കലാ സാംസ്കാരിക മേഖലയിൽ ഉയർച്ച ലഭിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് ഈ മന്ത്രത്തെ നിത്യം ജപിക്കാം. അതുകൂടാതെ വശ്യത്തിനും
ഈ മന്ത്രം പ്രയോജനപ്പെടുന്നതാണ്. ഗന്ധർവനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് കലാ സാംസ്കാരിക മേഖലകളിൽ ഉന്നതമായിട്ടുള്ള കഴിവുകൾ വളർത്താനും ഉയർച്ച ഉണ്ടാകാനും ഒക്കെ അത് കാരണമാകും. കൂടാതെ എല്ലാവരെയും നമ്മിലേക്ക് ആകർഷിക്കാനും ഗന്ധർവ ഗായത്രി മന്ത്രം, ഗന്ധർവ പ്രീതി അനിവാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഗന്ധർവ മന്ത്രത്തെ ജപിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഗർഭരക്ഷാംബിക ഗായത്രി മന്ത്രത്തെയാണ്. നല്ല സൽസന്താന ലബ്ധിക്കും ഗർഭരക്ഷയ്ക്കും സുഖപ്രസവത്തിനുമൊക്കെ ആയിട്ട് സ്ത്രീകൾ ജപിക്കേണ്ട മന്ത്രമാണ് ഗർഭരക്ഷാംബിക ഗായത്രി മന്ത്രം. നമുക്ക് ഗർഭരക്ഷാംബിക ഗായത്രി മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പരിചയപ്പെടാം. ഓം ഗർഭരക്ഷാംബികായ ച വിദ്മഹേ മംഗളദേവതായ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ഗർഭരക്ഷാംബികായ ച വിദ്മഹേ മംഗളദേവതായ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ഗർഭരക്ഷാംബികായ ച വിദ്മഹേ മംഗളദേവതായ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ഗർഭരക്ഷാംബികായ ച വിദ്മഹേ മംഗളദേവതായ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ഗർഭരക്ഷാംബികായ ച വിദ്മഹേ മംഗളദേവതായ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ഗർഭരക്ഷാംബികായ ച വിദ്മഹേ മംഗളദേവതായ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ഗർഭരക്ഷാംബികായ ച വിദ്മഹേ മംഗളദേവതായ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ഗർഭരക്ഷാംബികായ ച വിദ്മഹേ മംഗളദേവതായ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ഗർഭരക്ഷാംബികായ ച വിദ്മഹേ മംഗളദേവതായ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഇപ്രകാരം ഈ ഗായത്രി മന്ത്രത്തെ 108 തവണ നിത്യം ജപിക്കുക. സൽസന്താനങ്ങളെ ആഗ്രഹിക്കുന്ന സ്ത്രീകളും ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകളും സുഖപ്രസവത്തിനും നല്ല സന്താനലബ്ധിക്കും മറ്റുമായിട്ട് ഈ മന്ത്രത്തെ നിത്യം ജപിക്കാവുന്നതാണ്. മന്ത്രത്തെ ജപിക്കുന്ന എല്ലാവർക്കും ഗർഭരക്ഷാംബികാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്ന് പരിചയപ്പെടുത്തുന്നത് പക്ഷി രാജാവായിട്ടുള്ള ഗരുഡ ഭഗവാന്റെ ഗായത്രി മന്ത്രമാണ്. ഗരുഡൻ മഹാവിഷ്ണുവിന്റെ വാഹനമാണ്. ഗരുഡനെ പ്രാർത്ഥിച്ചാൽ വിഷഭയങ്ങൾ ഇല്ലാതാകുകയും മരണഭയം ഇല്ലാതാകുകയും എല്ലാവിധ വിഷ ഉപദ്രവങ്ങളിൽ നിന്നും സർപ്പദോഷത്തിൽ നിന്നും ഒക്കെ രക്ഷ നേടാനും സാധിക്കുന്നതാണ്. ഗരുഡ പ്രീതിക്കായിട്ട് ഏറ്റവും എളുപ്പം ജപിക്കാൻ പറ്റുന്ന മന്ത്രമാണ് ഗരുഡ ഗായത്രി മന്ത്രം. ഗരുഡ ഗായത്രി മന്ത്രം 108 പ്രാവശ്യം എല്ലാ ദിവസവും ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക. അതിന് സാധിക്കാത്തവർ 41, 36, 21 ഒക്കെ തവണകളിൽ ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് സാധിക്കാത്തവർ കുറഞ്ഞ പക്ഷം 9 തവണയെങ്കിലും എല്ലാ ദിവസവും ജപിക്കുക. ഗരുഡ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. മേൽപ്പറഞ്ഞ ദോഷങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടാനായിട്ട് ഗരുഡ ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരുകയുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള നിരവധി ഗായത്രി മന്ത്രങ്ങളെല്ലാം നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുത്ത് കണ്ട് പഠിച്ച് ആ ഗായത്രി മന്ത്രങ്ങളെ ജപിക്കാനായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വിഷയമായിട്ടുള്ള ഗരുഡ ഗായത്രി മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം പക്ഷിരാജായ വിദ്മഹേ സ്വർണപക്ഷിയായ ധീമഹി തന്നോ ഗരുഡ പ്രചോദയാത്. 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 ഇപ്രകാരം ഈ മന്ത്രം കേൾക്കുന്നത് പോലും പുണ്യമാണെന്നിരിക്കെ നിത്യം ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഗരുഡ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. എല്ലാവരും ഈ മന്ത്രത്തെ പഠിച്ച് തീർച്ചയായിട്ടും ചൊല്ലുക. ഗരുഡ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഇന്ന് ഞാൻ ഗായത്രി മന്ത്രത്തെ കുറിച്ചാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മോക്ഷദായകിയായിട്ടുള്ള ഗായത്രി മന്ത്രം, മന്ത്രങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രം. ഗായത്രി മന്ത്രത്തിന്റെ പ്രത്യേകതകളും ജപിക്കേണ്ട രീതികളും അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളും അർത്ഥവും എല്ലാം പ്രതിപാദിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. മന്ത്രങ്ങൾ ശക്തിയുടെ ഉറവിടങ്ങളാണ്. മന്ത്രം ജപിക്കുന്നവർക്ക് അഭൗമമായിട്ടുള്ള ശക്തിവിശേഷം ലഭിക്കുന്നതാണ്. വിശ്വാമിത്ര മഹർഷിയാണ് ഗായത്രി മന്ത്രത്തിന്റെ രചയിതാവ്. വിശ്വാമിത്രൻ, വിശ്വത്തിന്റെ മിത്രനായി തീർന്നത് അദ്ദേഹം ഗായത്രി മന്ത്രത്തിന്റെ രചനയിലൂടെയാണ്. എല്ലാ ജനങ്ങൾക്കും
വിശ്വത്തിലെ നമ്മളുടെ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഗായത്രി മന്ത്രത്തെ വളരെ കൃത്യമായിട്ട് രചിച്ചതിനാലാണ് അദ്ദേഹത്തിന് വിശ്വത്തിന്റെ മിത്രൻ എന്നർത്ഥം വരുന്ന വിശ്വാമിത്രൻ എന്ന പേര് വന്നത്. ഗായന്തം ത്രായതേ ഇതി ഗായത്രി, ജപിക്കുന്നവരെ രക്ഷിക്കുന്നതാണ് ഗായത്രി. വിശ്വത്തിന്റെ മാതാവായിട്ടാണ് ഗായത്രി ദേവിയെ നാം കണക്കാക്കുന്നത്. അതിനാൽ തന്നെ മന്ത്രങ്ങളിൽ ഗായത്രി മന്ത്രത്തെക്കാൾ ശ്രേഷ്ഠമായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല. സൂര്യദേവനോടുള്ള പ്രാർത്ഥനയാണ് ഗായത്രി മന്ത്രത്തിൽ നൽകിയിട്ടുള്ളത്. ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ തേജസ്, വജസ്, യശസ് എന്നീ ശക്തികൾ നാം അറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിൽ നിറയുന്നതായിട്ടാണ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലുന്നത് അതിന് കൂടുതൽ ഫലസിദ്ധി ലഭിക്കുന്നതിന് കാരണമാകും. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും തടസ്സങ്ങൾ നീക്കുന്നതിനും ആപത്ഘട്ടങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നതിനും അജ്ഞത നീക്കുന്നതിനും ചിന്തകളെ ശുദ്ധീകരിക്കുന്നതിനും ആശയവിനിമയ പാഠവം വർദ്ധിപ്പിക്കുന്നതിനും ദീർഘായുസിനും അഭിവൃദ്ധിക്കുമൊക്കെ ഗായത്രി മന്ത്ര സാധന വളരെ ഫലം ചെയ്യുന്നതാണ്. ഗായത്രി മന്ത്രത്തിലെ ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളും വളരെ ചിട്ടയോടുകൂടി ക്രമപ്പെടുത്തിയിട്ടുള്ളതാണ്. ഓരോ വാക്കും നമ്മളുടെ ശരീരത്തിന് ഊർജം നൽകുന്ന രീതിയിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അതിലെ 24 അക്ഷരങ്ങൾ നമ്മളുടെ ശരീരത്തിലെ 24 ഗ്രന്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ നമ്മളുടെ ഗ്രന്ഥികൾ പൂർണ്ണമായിട്ട് ഉത്തേജിക്കപ്പെട്ട് ഫലം നൽകുന്നതാണ്. ഗായത്രി മന്ത്രം നിത്യവും ജപിക്കുന്നത് മോക്ഷദായകമായിട്ടാണ് പറയുന്നത്. ഗ്രഹദോഷങ്ങൾ ഒന്നും തന്നെ ഗായത്രി മന്ത്രം നിത്യം ജപിക്കുന്ന ആളെ ബാധിക്കുകയില്ല. നമുക്ക് മന്ത്രം ജപിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം ഛന്ദസ് ചൊല്ലിക്കൊണ്ട് നമുക്ക് മന്ത്രത്തിലേക്ക് കിടക്കാം. വിശ്വാമിത്ര ഋഷി ഗായത്രി ഛന്ദ സവിതുർ ദേവത. ഇപ്രകാരം ഛന്ദസ് ചൊല്ലിയതിനു ശേഷം നമുക്ക് മന്ത്രജപം നടത്താവുന്നതാണ്. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ധിയോ യോ ന എന്ന് ഉച്ചരിച്ചുകൊണ്ട് വേണം നാം മന്ത്രം ചൊല്ലാനായിട്ട്. യോ ന, അവിടെ ഒരു ഹ എന്ന വിസർഗ ശബ്ദം കൂടി ചേർത്തു വേണം ആ ന ശബ്ദത്തെ ഉച്ചരിക്കാനായിട്ട്. ന എന്ന് പറയുന്നത് വെറും ന എന്ന് പറയുന്നത് നിഷേധ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ ന ഒരു ഹ ശബ്ദം അതിനകത്ത് കൊടുത്തുകൊണ്ട് വേണം ചൊല്ലാനായിട്ട്. നാം മന്ത്രജപം നടത്തുമ്പോൾ ആ ഹ എന്ന വിസർഗ ശബ്ദത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം അത് വിപരീത അർത്ഥത്തിലേക്ക് മാറും. ഗായത്രി മന്ത്രം ശ്രദ്ധയോടുകൂടി അക്ഷരത്തെറ്റില്ലാതെ വേണം ജപിക്കാനായിട്ട്. ഒരു ഗുരു ഉപദേശം ഉള്ള ആളുകൾ വേണം മന്ത്രജപം നടത്താൻ എന്നാണ്. എന്നാൽ അക്ഷരത്തെറ്റില്ലാതെ ജപിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മഹാദേവനെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ഗായത്രി ജപം നടത്താവുന്നതാണ്. ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം ചുരുക്കത്തിൽ ഒന്ന് പറയാം. അതിന്റെ ഓരോ അക്ഷരത്തിനും ഓരോരോ വിശദീകരണങ്ങളുണ്ട്. നാം അതിലേക്ക് കടക്കുന്നില്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അർത്ഥം അറിഞ്ഞു ജപിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓരോ നാഡീ ഞരമ്പുകളെയും ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ, ആന്തരിക അവയവങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിലാണ് മന്ത്രം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതേ പ്രകാരം തന്നെ നമ്മളുടെ ബുദ്ധിയെയും ശക്തിയെയും ഒക്കെ പ്രകാശിപ്പിക്കട്ടെ എന്നാണ് ലഘുവായിട്ട് പറയുന്ന അർത്ഥം. ഗായത്രി മന്ത്രം വിശ്വാമിത്ര മഹർഷിയാണ് രചിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. വിശ്വാമിത്ര മഹർഷിക്ക് ശേഷം വിവിധ ആചാര്യന്മാർ, മഹർഷിമാർ വിവിധ ദേവീദേവന്മാർക്ക് ഗായത്രി മന്ത്രം രചിക്കുകയുണ്ടായി. വിവിധ ദേവതകളെ ഉപാസിക്കുന്നതിനു വേണ്ടി ഓരോ ദേവതയ്ക്കും പ്രത്യേകമായിട്ട് എഴുതിയിട്ടുള്ള ഗായത്രി മന്ത്രത്തെ നമുക്ക് ജപിക്കാവുന്നതാണ്. അടുത്ത വീഡിയോകളിൽ ഞാൻ വിവിധ ദേവി ഗായത്രികൾ തുടർന്ന് മറ്റ് ദേവന്മാരുടെ ഗായത്രി മന്ത്രങ്ങളും പരിചയപ്പെടുത്തുന്നതാണ്. ഓരോ ഗായത്രി മന്ത്രവും ജപിക്കുന്നത് ഫലം സുനിശ്ചിതമാണ് എന്നാണ് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഗായത്രി മന്ത്രം കുറഞ്ഞത് 10 പ്രാവശ്യമെങ്കിലും ജപിക്കണമെന്നാണ് നമ്മളുടെ പുരാണങ്ങളിൽ പറയുന്നത്. 10 പ്രാവശ്യമെങ്കിലും, സമയക്കുറവുള്ളവർ 10 പ്രാവശ്യമെങ്കിലും ജപിക്കുക. കരമാല സമ്പ്രദായത്തിൽ എങ്ങനെ 10 പ്രാവശ്യം ജപിക്കണമെന്നും 108 പ്രാവശ്യം ജപിക്കണമെന്നും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു.
അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണുക. കരമാല സമ്പ്രദായം അനുസരിച്ച് എണ്ണം തെറ്റാതെ അത് നോക്കി നമുക്ക് ജപിക്കാവുന്നതാണ്. സാധാരണയായി സന്ധ്യാസമയങ്ങളിലാണ് ഗായത്രി ജപിക്കേണ്ടത്. പ്രഭാത സന്ധ്യയിലും സായം സന്ധ്യയിലും ഗായത്രി ജപിക്കാവുന്നതാണ്. രണ്ടു നേരവും കുറഞ്ഞത് 10 പ്രാവശ്യമെങ്കിലും ജപിക്കുക. കൂടുതൽ 108 പ്രാവശ്യം വീതം ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക. പ്രഭാത സന്ധ്യയില് കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞ് ഇരുന്നുകൊണ്ട് വേണം ജപിക്കാനായിട്ട്. സായം സന്ധ്യയില് പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്നുകൊണ്ട് വേണം ഗായത്രി മന്ത്രത്തെ ജപിക്കാനായിട്ട്. മറ്റ് സമയങ്ങളിലൊക്കെ വടക്കോട്ട് തിരിഞ്ഞ് ഇരുന്നുകൊണ്ട് വേണം ജപിക്കാനായിട്ട്. രാത്രിയിൽ ഗായത്രി മന്ത്രജപം പാടില്ല. രാവിലെ നിന്നുകൊണ്ടും മറ്റ് സമയങ്ങളിൽ ചമ്രം പിടഞ്ഞിരുന്നുകൊണ്ടും ആണ് ഗായത്രി മന്ത്രം ജപിക്കേണ്ടത്. ഏതെങ്കിലും ഇരുന്നുകൊണ്ടുള്ള യോഗാസനത്തില് ജപിക്കുന്നത് കൂടുതൽ ഫലസിദ്ധി ലഭിക്കുന്നതാണ്. ഇതൊരു യോഗമുറ കൂടിയാണ്. 108 തവണ വീതം നിത്യം ജപിക്കുന്നത് ഉപാസനാ സിദ്ധി കൈവരുന്നതിന് സഹായിക്കും. ഗായത്രി മന്ത്രം സ്ത്രീകൾ ജപിക്കാൻ പാടില്ല എന്നൊക്കെ ചില വ്യക്തികൾ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മളുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നത് സ്ത്രീകൾക്ക് മന്ത്രജപം ആകാമെന്ന് തന്നെയാണ്. ഗായത്രി മന്ത്രവും ഉപനയനവും ഒക്കെ പണ്ടുകാലത്ത് സ്ത്രീകൾ ചെയ്തിരുന്നു. അതിന് നമ്മളുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മനുസ്മൃതിയിൽ വ്യക്തമായിട്ട് സ്ത്രീകൾക്കും ഉപനയനം ചെയ്യാമെന്നും ഗായത്രി മന്ത്ര വിധിയുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മളുടെ രാമായണത്തിലുമൊക്കെ നിരവധി ഭാഗങ്ങളിൽ സ്ത്രീകൾ ഉപനയനം നടത്തിയതായിട്ടും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗായത്രി മന്ത്രജപം സ്ത്രീകൾക്ക് നിഷിദ്ധമല്ല. സ്ത്രീകൾ സ്ഥിരമായിട്ട് ജപിക്കുക, അതിന്റെ പ്രയോജനത്തെ സ്വീകരിക്കുക. നമ്മളുടെ മനസ്സിലെ മാലിന്യങ്ങളെ ഇല്ലാതാക്കാൻ നിത്യം ഗായത്രി ജപിക്കുന്നത് സഹായിക്കും. എല്ലാവരും നമ്മളുടെ നിർമ്മലമായ മനസ്സ് ആഗ്രഹിക്കുന്ന എല്ലാവരും നിത്യം ഗായത്രി ജപിക്കുക. ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ആദ്യത്തെ ദിവസം ഗായത്രി ജപിക്കുന്നത് വിശേഷമായിട്ട് ഫലസിദ്ധി തരുന്നതിന് കാരണമാകുമെന്ന് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ സകല പാപങ്ങളും സകല ദോഷങ്ങളും ഇല്ലാതാക്കാനായിട്ട് അന്നത്തെ ദിവസത്തെ വിശേഷ മന്ത്രജപം നമ്മളെ സഹായിക്കും. അപ്പൊ എല്ലാവരും ഗായത്രി മന്ത്രം ജപിക്കുക. ആദ്യം ഛന്ദസ് ജപിക്കുക, അതിനുശേഷം മന്ത്രം ജപിക്കുക, വീണ്ടും ഛന്ദസ് ജപിച്ചുകൊണ്ട് മന്ത്രജപം നിർത്തുക. ഇന്ന് വ്യാഴ ഗായത്രി മന്ത്രം അഥവാ ഗുരു ഗായത്രി മന്ത്രത്തെയാണ്, ഒന്നാമത്തെ മന്ത്രത്തെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. വ്യാഴഗ്രഹത്തിനാണ് ഗുരു, ബൃഹസ്പതി എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നത്. വ്യാഴം എന്ന ഗ്രഹം ഏറ്റവും നവഗ്രഹങ്ങളിൽ പ്രാധാന്യമേറിയ ഗ്രഹമാണ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതുമായിട്ടുള്ള ഒരു ഗ്രഹമാണ് വ്യാഴഗ്രഹം. ഇപ്പോൾ വ്യാഴത്തിന്റെ അതിചാരം മൂലം, അതായത് വസുന്ധര യോഗം മൂലമാണ് ലോകമാകെ ഈ മഹാമാരികളുമൊക്കെ വന്ന് ഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഈ അവസ്ഥയിൽ വ്യാഴം നീചത്തിൽ നിൽക്കുന്ന, മകരം രാശിയിൽ നീചത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് വ്യാഴത്തിന്റെ പ്രീതിക്കായിട്ടൊക്കെ നിത്യമായിട്ട് ജപിക്കാവുന്ന മന്ത്രമാണ് ഗുരു ഗായത്രി അഥവാ വ്യാഴ ഗായത്രി. വ്യാഴത്തിന്റെ സംസ്കൃത പേര് ബൃഹസ്പതി എന്നാണ്. ദേവഗുരുവാണ് വ്യാഴം അഥവാ ബൃഹസ്പതി. അതുകൊണ്ട് തന്നെയാണ് ഗുരു എന്നുള്ള പേര് വന്നത്. ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് നിത്യം ജപിക്കാവുന്നതാണ് ഗുരു ഗായത്രി. കൂടാതെ വ്യാഴദശയുള്ളവർ, വ്യാഴത്തിന്റെ ദോഷ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, വ്യാഴത്തിന്റെ രാശിയിൽ ജനിച്ചവർ ഒക്കെ നിർബന്ധമായിട്ടും ഗുരു ഗായത്രി മന്ത്രത്തെ ജപിക്കുക. പുണർന്നം, വിശാഖം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ് വ്യാഴത്തിന്റെ നക്ഷത്രങ്ങൾ. അപ്പൊ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുമൊക്കെ ഈ വ്യാഴ മന്ത്രത്തെ നിത്യം ജപിക്കുക. വ്യാഴദോഷ ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് നോക്കാം. ഓം ഋഷഭധ്വജായ വിദ്മഹേ കൃണിഹസ്തായ ധീമഹി തന്നോ ഗുരു പ്രചോദയാത്. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ 108 തവണ ജപിക്കാവുന്നവർ ജപിക്കുക. അതിന് സാധിക്കാത്തവർ 41, 21, 9 ഒക്കെ തവണകളായിട്ട് ജപിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യാഴത്തിന്റെ, ബൃഹസ്പതി ദേവന്റെ അനുഗ്രഹം ഉണ്ടാകും. വ്യാഴദോഷ ദുരിതങ്ങളിൽ നിന്നും ഒക്കെ രക്ഷ നേടാനായിട്ട് സാധിക്കും. സമ്പത്തിന്റെ ഗ്രഹമാണ്
സാമ്പത്തിക കാരകനാണ്. വ്യാഴഗ്രഹത്തെ പൂജിച്ചാൽ, പ്രാർത്ഥിച്ചാൽ നമുക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതാണ്, ഐശ്വര്യമുണ്ടാകുന്നതാണ്. കൂടാതെ മനസ്സുഖത്തിനും തൊഴിൽ അഭിവൃദ്ധിക്കും ഒക്കെ വ്യാഴത്തിന്റെ ഈ മന്ത്രത്തെ ചൊല്ലാവുന്നതാണ്. ഗുരു ഗായത്രി മന്ത്രത്തെ നിത്യം ചൊല്ലിക്കൊണ്ട് ജീവിത വിജയം നേടുക. ഗുരു അഥവാ ബൃഹസ്പതി ഗായത്രി മന്ത്രം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ടാമത്തെ വ്യാഴ ഗായത്രി മന്ത്രത്തെയാണ്. ഓം അങ്കിരോജാതായ വിദ്മഹേ വാചസ്പതയേ ധീമഹി തന്നോ ഗുരു പ്രചോദയാത്. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ കേൾക്കുന്നത് പോലും വളരെ വിശേഷമാണ്. മന്ത്രം നിങ്ങൾ നിത്യം ചൊല്ലുന്നത് വഴി വ്യാഴത്തിന്റെ അനുഗ്രഹവും വ്യാഴദോഷ ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെ സാധിക്കും. ഇപ്പോഴത്തെ ഈ മഹാമാരികൾ വ്യാഴത്തിന്റെ നീചസ്ഥിതി മൂലം ഉണ്ടാകുന്നതാണ്. വ്യാഴദശയുള്ളവരും വ്യാഴദോഷമുള്ളവരും വ്യാഴത്തിന്റെ നക്ഷത്രങ്ങളിൽ ജനിച്ചവരും ഒക്കെ നിത്യം ഈ മന്ത്രത്തെ ജപിക്കുക. ഏറ്റവും വളരെ ലഘുവായിട്ട് നമുക്ക് ജപിക്കാവുന്നതാണ് ഗായത്രി മന്ത്രങ്ങൾ. വ്യാഴ ഗായത്രി ജപിച്ചുകൊണ്ട് വ്യാഴദോഷ ദുരിതങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും. വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ നമുക്ക് സർവ്വ നന്മകളും നേടിയെടുക്കാനായിട്ട് സാധിക്കും. വിദ്യയുടെ കാരകനാണ് വ്യാഴം. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ധനത്തിന്റെയും ഒക്കെ കാരകനാണ് വ്യാഴം. ആ വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ധന അഭിവൃദ്ധിയും വിദ്യാഭിവൃദ്ധിയും ജീവിത വിജയവും ഒക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവർക്കും വ്യാഴത്തിന്റെ ബൃഹസ്പതി ദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്ന് ഗായത്രി മന്ത്രങ്ങളിൽ വെച്ചിട്ട് മൂന്നാമത്തെ ഗുരു ഗായത്രി മന്ത്രത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഗുരു ഗായത്രി മന്ത്രത്തിലെ മൂന്നാമത്തെ മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ദേവഗുരുവാണ് വ്യാഴം. ബൃഹസ്പതി എന്ന പേരുണ്ട്. വ്യാഴം വിജ്ഞാനത്തിന്റെയും ധനത്തിന്റെയും ഒക്കെ കാരകഗ്രഹമാണ്. വ്യാഴഗ്രഹത്തെ പൂജിക്കുക വഴി നമുക്ക് ധന അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. കൂടാതെ കുടുംബസുഖത്തിനും തൊഴിൽ നേട്ടത്തിനും അറിവ് നേടാനും ഒക്കെ ഈ വ്യാഴത്തിന്റെ പ്രീതി അനിവാര്യമാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം ബാർഹസ്പത്യായ വിദ്മഹേ ദേവാചാര്യായ ധീമഹി തന്നോ ബൃഹസ്പതി പ്രചോദയാത്. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ കേൾക്കുന്നത് പോലും വളരെയേറെ ഗുണഫലം നൽകുന്നതാണ്. ജപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിന്റെ പൂർണ്ണഗുണങ്ങൾ കിട്ടുന്നതാണ്. വിദ്യ അഭിവൃദ്ധിക്കും കുടുംബസുഖത്തിനും തൊഴിൽ നേട്ടത്തിനും ധന അഭിവൃദ്ധിക്കും ഒക്കെ നിത്യം ജപിക്കാവുന്ന മന്ത്രമാണ് വ്യാഴഗായത്രി മന്ത്രം. വ്യാഴഗായത്രി മന്ത്രത്തിലെ മൂന്നാമത്തെ മന്ത്രത്തെയാണ് നാം ഇന്ന് പരിചയപ്പെട്ടത്. എല്ലാവരും ഈ മന്ത്രത്തെ പഠിച്ചു ചൊല്ലുക. നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.